بسم الله الرحمن الرحيم يا سادة البدر السلام عليكم نرجو الغياث ونحتمي بهماكم مستيقنين بفضلكم وعلاكم فتقبلوا برضاكم رضي الله عنكم وزد عرفاننا يا الله. ശരിയാകുന്നില്ല. അസ്സലാമു അലൈക്കും. കുറച്ചങ്ങോട്ട് കിട്ടും ഇതിൻ്റെ ഈ കൊള്ളി. യാ സാദത്തൽ ബദ്രി അസ്സലാമു അലൈക്കും നർജുൽ ഗിയാസ വനഹ്തമി ബിഹിമാകും മുസ്തൈഖിനീന ബിഫളികും വഉലാകും فتقبلوا برضاكم رضي الله عنكم وزد عرفاننا يا الله. يا سادة البدر السلام عليكم نرجو الغياث ونحتمي بهماكم مستيقنين بفضلكم وعلاكم فتقبلوا برضاكم رضي الله عنكم وزد عرفاننا يا الله. آمين يا رب السماء يا الله. يا أهل بدر إنكم خص الله إياكم بمراتب عند الله فلقد أتينا بابكم رضي الله. الحمد لله. ബദരീങ്ങൾ അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി പടപൊരുതിയത് റമദാൻ മാസം 17-ാം ദിവസത്തിലാണ്. റബ്ബേ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ സദസ്സിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ദുആരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ പള്ളിയിൽ ഇഫ്താറിന് വേണ്ടിയിട്ട്, നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് റബ്ബേ ഈത്തപ്പഴം തന്നവരുണ്ട്, ഫ്രൂട്ട്സുകൾ തന്നവരുണ്ട്, മറ്റു പലതും തന്നവരുണ്ട്. എല്ലാവർക്കും സ്വർഗത്തിൽ വലിയ സ്ഥാനം നൽകണേ റഹ്മാനേ. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോമ്പെടുത്തതൊക്കെ കബൂലാക്കണേ റഹ്മാനേ. പരിശുദ്ധമായ റമദാനു ശരീഫിൻ്റെ പകുതിയും കഴിഞ്ഞു, ഹാഫ് കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ സുബൈക്ക് വിത്റിന് ഖുനൂത്ത് ഓതാൻ തുടങ്ങി. റബ്ബേ, റമദാൻ കഴിയുകയാണ്. റമദാനിൻ്റെ പൊരുത്തം കിട്ടിയ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ പള്ളിക്ക് വേണ്ടി ബംഗളഗുഡ്ഡെ, ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് സഹായം നൽകിയ ഒരുപാട് സഹോദരങ്ങളുണ്ട്. മദീനയിലുള്ള തളിപ്പറമ്പ് സ്വദേശിയായ ഹംസ ഹാജി ഒരുപാട് സഹായം നൽകിയിട്ടുണ്ട്. അവർക്ക് വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഈ ഒരുപാട് മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്നുണ്ട്. എല്ലാവർക്കും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഹംസ ഹാജിയുടെ വിഷമങ്ങൾ പരിഹരിക്കണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഖൈർ ബറക്കത്തുകൾ നൽകണേ അല്ലാഹ്. അവരെ കുടുംബത്തിൽ നിന്ന്, അവരുടെ ഫാമിലിയിൽ നിന്ന് മരണപ്പെട്ടവർക്കും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കും സ്വർഗം നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഹദവൻ ഡൊലിയെ അർശിലെ
പുലിയെ അബു താലിബിൻ തൻ കനിയേ അബു താലിബിൻ തൻ കനിയേ അഹദവൻ ദൊലിയെ അർശിലെ പുലിയെ അബു താലിബിൻ തൻ കനിയേ അബു താലിബിൻ തൻ കനിയേ. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ച വിഷയം അൽഹംദുലില്ലാഹ് കുറേ കുട്ടികൾ കിടാക്കൾ ബാലക്കാർ അവിടെ ഉണ്ട്. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ഇരുന്നോളി അവിടെ എല്ലാവരും. അള്ളാഹുവേ അവരെല്ലാവരെയും ഖൈറായ വിഷയത്തിൽ ഫ്രണ്ടിലേക്ക് ആക്കണേ അല്ലാഹ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആയിരക്കണക്കായ മുഅ്മിനീങ്ങൾ ഈ പരിപാടി ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ലൈവിലൂടെ 10-15,000 ആൾക്കാർ ഇന്നലെയും മിനിഞ്ഞാന്നും 4 നാളൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ലൈവിലൂടെ ഇത് കേൾക്കുന്നവർ, ഇത് കാണുന്നവർ, അവർക്കും വലിയ ഖൈർ ബറക്കത്തുകൾ നൽകണേ അല്ലാഹ്. ഒരുപാട് പെൺമക്കൾ, ഗേൾസ്, അള്ളാഹുവിൻ്റെ ഖുർആൻ, അള്ളാഹിൻ്റെ ദീന് പഠിക്കുന്ന സ്ഥാപനമാണ് ഈ സ്ഥാപനം. റബ്ബേ, ഒരുപാട് മുതഅല്ലിമീങ്ങൾ ദീന് പഠിക്കുന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിനെ സഹായിക്കുന്നവർക്ക് റബ്ബേ നീ സഹായിക്കണേ അല്ലാഹ്, ബറക്കത്താക്കണേ അല്ലാഹ്, ആമീൻ. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞ വിഷയം ബദറിന്റെ പടക്കളത്തിൽ മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭാഗത്ത് തണ്ണി കിട്ടി അല്ലേ? 16-ന്റെ അസ്തമിച്ച 17-ാം രാത്രിയിൽ മഴ പെയ്തപ്പോൾ സ്വഹാബത്തിന്റെ ഭാഗത്ത് നല്ല മഴ പെയ്തതായിരിക്കുന്ന സമയത്ത് അള്ളാഹിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഹൗലായിട്ട് ചെറിയ ചെറിയ കുഴി ആയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു അല്ലേ? റമദാൻ 17-ന് നേരം വെളുത്തപ്പോ ഭയങ്കര ചൂട്. അബൂജാഹിലിന് എന്തില്ല? എന്നാലും 2-3 കിടാക്കൾ ഉത്തരം പറഞ്ഞവരുണ്ട്. അവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് ഇന്ന് ലാസ്റ്റ്. ഏതൊക്കെ കിടാക്കളാ ഉത്തരം പറഞ്ഞത്? അവിടെ ഒന്ന് ഈ കിടാവ്. വേറെ ആരാ? ആ കിടാവിൻ്റെ പേരെന്ത്? കൈസ്. 2 കിടാക്കൾക്ക് സമ്മാനം കൊടുക്കാനുണ്ട് ലാസ്റ്റ്. അവർ ഉത്തരം പറഞ്ഞുകൊണ്ട് ഇന്ന് ഉത്തരം പറഞ്ഞാൽ നാളെ സമ്മാനം കൊടുക്കും കേട്ടോ. അപ്പോ എന്താ നമ്മൾ പറഞ്ഞത്? മഹാനായ റസൂലുള്ളാഹിന്റെ ശത്രുക്കളായ അബൂജാഹിലിന് കുടിക്കാൻ വെള്ളമില്ല. അബൂജാഹിൽ പറഞ്ഞു, ആരാ വെള്ളം കൊണ്ടുവരാ? അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു ആ ഭാഗത്താ വെച്ചത്. ഒരു ചങ്ങാതി, കറുത്ത ഒരു മനുഷ്യൻ, അയാളെ ഖൽബ് ഭയങ്കര കറുപ്പാണ്, ഹൃദയം കറുപ്പ്, തൊലി ശരീരം, സ്കിൻ അത് ഭയങ്കര കറുപ്പ്, രണ്ടും കറുപ്പ്. അയാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വരികയാണെന്നല്ലേ. അയാളെ പേരെന്ത്? അസ്വദ് ഇബ്നു അബ്ദുൽ ഉസ്സ അൽ മഖ്സൂമി ലഅനത്തുല്ലാഹി അലൈഹി. അസ്വദ് എന്നാണ് ഷോർട്ട് പേര്. അയാൾ വന്നപ്പോ അള്ളാഹിന്റെ ഹബീബായ തങ്ങൾ ആരെയാ പറഞ്ഞയച്ചത്? അവിടുത്തെ എളാപ്പയെ പറഞ്ഞയച്ചു അല്ലേ? റസൂലുള്ളാഹിന്റെ ചാച്ച, റസൂലുള്ളാഹിന്റെ എളാപ്പയായിരിക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹു. തുറ്റതായി 18 ബേലുകൾ ദുഷ്ടനി കണവുണ്ട് കേൾ, തുഞ്ചി മൊഞ്ചിനിൽ വെട്ട് കൂത്തോട് ചോട്ട് നീട്ടവൻ ചെയ്യും കോൾ, ഒറ്റ പാളത് കൊണ്ട് ശിങ്കരും ഒക്കെ ആശു തടുപ്പതും ഒട്ടും വെട്ടലും തുയർ ഉണ്ട് പോലെ എതിർപ്പതാം. അള്ളാന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു, എളാപ്പായെ വിളിച്ചു. റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ ഇളയോരായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു. ആര് വിളിച്ചു? റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഓ പ്രിയപ്പെട്ട എളാപ്പാ, ഓ മേരെ ചാച്ചാ, മേരെ പ്യാരെ ചാച്ചാ, ചലോ പോയിക്കോളൂ, നിങ്ങൾ ആ ശത്രുവിനോട് മറുപടി കൊടുക്കൂ പ്രിയപ്പെട്ട എളാപ്പാ. ആര് പറഞ്ഞു? റസൂലുള്ള പറഞ്ഞു.
അപ്പൊ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താ ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? പോദസദുൽ ഇലാ ഹരി ഹംസ ചാടിയടുത്തുടൻ ആരടാ ശുജാഅത്തുര തമൈ ഹൗലിൽ നിണ്ട് കുടിപ്പവൻ. ആരടാ ശുജാഅത്തുരത്തിയമൈ ഹൗലിൽ നിണ്ട് കുടിപ്പവൻ? ഞങ്ങളുടെ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റിയ ഒരുമ്മയും അങ്ങനെയുള്ള ഒരു മോനെ ഒരുമ്മയും പെറ്റിട്ടില്ല. ഒരുമ്മയും പെറ്റിട്ടില്ല, ഒരു ജിന്നുമ്മയും പെറ്റിട്ടില്ല, ഒരു മനുഷ്യ തള്ളയും ഒരു മനുഷ്യ വർഗത്തിൽപ്പെട്ട ഉമ്മയും ഒരു ജിന്ന് വർഗത്തിൽപ്പെട്ട ഉമ്മയും അങ്ങനെ ഒരു പൊന്നുമോനെ പെറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റിയ ഒരു മോനെ പ്രസവിച്ചിട്ടില്ല. ഉണ്ടെങ്കിലും വാടാ കുടിക്കടാ എന്ന് പറഞ്ഞപ്പോ അവന്റെ കയ്യിൽ 18 സൈസ് ആയുധങ്ങളുണ്ട്. ശത്രുവായിരിക്കുന്ന അസ്വദിന്റെ കയ്യിൽ 18 സൈസ് ആയുധങ്ങളുണ്ട്. ഹംസ വബിഹംസതൽ കറാരി അസദില്ലാഹി, അല്ലാഹുവിന്റെ സിംഹമായ റസൂലുള്ളാഹിന്റെ ചാച്ചായ റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ ഇളയോരായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ളത് ഒറ്റ ബാള് മാത്രമാണ്, അല്ലേ? ഒറ്റ ബാൾ. അതാര് കൊടുത്തതാണ്? ഒരു വാള് മാത്രമാണ് ആരുടെ കയ്യിൽ? ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ. ഒറ്റ ബാളത് കൊണ്ട് ശിങ്കരും ഒക്കെ ആശുതടുപ്പതും ഒട്ടും വിട്ടിടവെട്ടലും തുയർ കൊണ്ട് പോലെ എതിർപ്പതാം. ആ ഒരൊറ്റ വാള് അള്ളാന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്താക്കപ്പെട്ട കൈകൊണ്ട് പൊരുത്തപ്പെട്ട് കൊടുത്ത ബറക്കത്താക്കപ്പെട്ട വാളാണ്. പക്ഷേ ശത്രുവിന്റെ കയ്യിൽ വാൾ, പരിച, അമ്പ്, വില്ല്, കുന്തം, ബമ്മ, വെൺമഴു, പടത്തൊപ്പി, പടക്കുതിര, പടച്ചെരിപ്പ്, കത്തി, കവണ, മിർമി, ചവളം, കുന്തം, അമ്പ്, വില്ല് തുടങ്ങിയ 18 സൈസ് ആയുധങ്ങളുണ്ട്. അവൻ അതാ വരുന്നു. ആരഹാഹേ വന്നുകൊണ്ടിരിക്കുന്നു. കോൻ ആരി? അസ്വദ് വന്നുകൊണ്ടിരിക്കുന്നു. ഓൻ മെല്ലെ 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 മന്ദം 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 മെല്ലെ മെല്ലെ അവൻ ഹംസത്തുൽ കറാർ തങ്ങൾ അടുത്തേക്ക് വന്ന സമയത്ത് എതിർത്തുടൻ കടുമയിലെ അവർ ഇരുവരും പൊരുതാനേ ഹരഹര യഗത്തിനാലിറൈ പുലി അവനോട് കടു കുറയാതെ നിലയാണേ. നിലക്കലാൽ അവർ ഒഴിക്കലായി, നിലക്കലാൽ അവർ തിരക്കലാൽ അവൻ ഒഴിക്കലായി. ഹിൽഫകത്തിലെ നടൈ ഇരുവര് സ്വഫിനിടാ നടുവിലെ ബരവായി ചമർച്ചൊടിയായി കരുടൻ അസ്വദുടെ ഇരുനവ കടുകങ്ങളു മുറിയായി. എതിർത്തുടൻ കടുമയിലെ അവർ ഇരുവരും പൊരുതാനെ. അവർ ഇരുവരും പൊരുതാനെ. അവരിരുവരും എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും പൊരുതാനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പടപൊരുതുന്നു. അവരിരുവരും എന്ന് പറഞ്ഞാൽ ആരാ? ഒന്ന് റസൂലുള്ളാഹിന്റെ ആളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹു, ഒന്ന് തന്റെ ശത്രുവായിരിക്കുന്ന അസ്വദ്. രണ്ടാളും തമ്മിലാ അടിയും ഇടിയും ഒടിയും പിടിയും വെട്ടും കുത്തും. വാളുകൊണ്ട് വെട്ടുന്നു, കുന്തം പ്രയോഗിക്കുന്നു, കുത്തുന്നു. അങ്ങനെ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വകവരുത്തിയിട്ട് നേരെ ഖബറയിലേക്ക് പറഞ്ഞേക്കണം, മണ്ണൂരിലേക്ക് പറഞ്ഞേക്കണം എന്നാണ് അസ്വദിന്റെ ചിന്ത. അസ്വദിനെ കൊലപ്പെടുത്തണം എന്നാണ് ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചിന്ത. അല്ലാഹുവിന്റെ റസൂലിനെ മക്കയിൽ സ്വന്തം നാട്ടിൽ റസൂലുള്ള ജനിച്ച നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കാതെ, റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ജനിച്ച നാട്ടിൽ മക്ക പരിശുദ്ധമായിരിക്കുന്ന മക്ക പതിയിൽ മക്ക പുവിയിൽ ജീവിക്കാൻ സമ്മതിക്കാതായപ്പോഴാണ് അള്ളാഹിന്റെ കൽപ്പന പ്രകാരം മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ മുഹാജിരീങ്ങളായ മക്കക്കാരായ സ്വഹാബത്തും അന്യനാട്ടിലേക്ക് 500 കിലോമീറ്റർ ദൂരത്തേക്ക്, മക്കയിൽ നിന്ന് 500 കിലോമീറ്റർ ദൂരമുള്ള മദീനയിലേക്ക് പോകേണ്ടി വന്നത് ആർക്ക്? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനിക്ക്. അന്നത്തെ കാലാവസ്ഥ മക്കക്കാരായ സ്വഹാബത്തിനിക്ക്, മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്നവരായ സ്വഹാബത്തിനിക്ക്
റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട ആളുകൾക്ക് മദീനത്തെ കാലാവസ്ഥ പറ്റിയിട്ടില്ല. മദീനത്ത് ഭയങ്കര തണുപ്പാ, ഭയങ്കര ചളിയാണ്. ബഹുത് സിയാദ ठंडी वाली है, ഭയങ്കര തണുപ്പാണ്. എവിടെ? മദീനത്ത്. ठंडा अगर ठंडा ज्यादा है तो नहीं सकता है. ഭയങ്കര ठंडा എന്ന് പറഞ്ഞാൽ തണുപ്പ്. തണുപ്പ് കൂടുതലായാൽ സഹിക്കാൻ കഴിയുന്നില്ല. മക്കയിൽ നിന്ന് വന്നവരായ സ്വഹാബത്തിനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വിറക്കുന്നു, പനിക്കുന്നു. അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ അവസാനമായിട്ട് മദീനത്തേക്ക് വന്നത്. അങ്ങനെയാണ് അന്ന് റസൂലുള്ള ദുആർന്നത്. എന്താ അതൊക്കെ ബദർ യുദ്ധം ഉണ്ടാകുന്നതിന്റെ കുറെ മുമ്പാ. മനസ്സിലായ? ബദർ യുദ്ധം ഉണ്ടാകുന്നതിന്റെ കുറെ മുമ്പാ അന്ന് റസൂലുള്ള ദുആർന്നതാണ്. മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്ന മുഹാജിറുകളായ സ്വഹാബത്തിനിക്ക് വേണ്ടി ദുആ ചെയ്തതാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. എന്ത്? അല്ലാഹുമ്മ ഇജ്അൽ ബിൽ മദീന ളിഅഫൈ മാ ജഅൽത ബിമക്കത മിനൽ ബറകാഹ്. അന്ന് ദുആ ചെയ്തതാണ്, റബ്ബേ മക്ക രാജ്യത്തിനിക്ക് നീ നൽകിയ ബറക്കത്തിനേക്കാളും ഒരു 2 ഇരട്ടി ബറക്കത്ത് മദീന രാജ്യത്തിനിക്ക് നീ നൽകണം എന്ന് ആര് ദുആ ചെയ്തു? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അതുപോലെ തന്നെ മക്ക രാജ്യം എന്റെ സ്വഹാബത്തിനിക്ക് പിരിശപ്പെട്ടതാക്കിയതുപോലെ എന്റെ സ്വഹാബത്തിനിക്ക് മദീന രാജ്യവും മനസ്സിൽ പിരിശപ്പെട്ടതാക്കണം അല്ലാഹ്. റസൂലെ അക്രം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ മാംഗർ ഹേ ഥാ. റസൂലുള്ളാഹ് ദുആർന്നു. അതിനുശേഷമാണ് റാഹത്തായിട്ട് തോന്നിയത്. അങ്ങനെ അന്യ നാട്ടിൽ വന്നിട്ട് സ്വന്തം ജനിച്ച നാടായിരിക്കുന്ന മക്ക രാജ്യത്തിൽ നിന്നിട്ട് സ്വന്തം ജനിച്ച നാട്ടിലുള്ള വീട്, പറമ്പ്, ലാൻഡ് എല്ലാം ഒഴിവാക്കിയിട്ട് കൃഷിഭൂമി, ഫാം, ഒട്ടകങ്ങൾ, കുതിരകൾ എല്ലാം ഒഴിവാക്കിയിട്ട് അന്യനാടായ മദീനയിൽ ജീവിക്കുമ്പോ അവിടെയും ജീവിക്കാൻ സമ്മതിച്ചില്ല മക്ക മുശ്രിക്കീങ്ങള്. അങ്ങനെയാണ് ബദറിലേക്ക് മുശ്രിക്കീങ്ങൾ വന്നത്. എന്നിട്ട് ഇപ്പൊ റസൂലുള്ളാന്റെ അളാപ്പയായിരിക്കുന്ന ഹംസ റളിയല്ലാഹുവിനെ കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു അതാ ഭയങ്കര യുദ്ധം ചെയ്തു. ഹംസ റളിയല്ലാഹുവിനെ വകവരുത്തണം എന്നുള്ള നിലയ്ക്ക്, കൊലപ്പെടുത്തണം, കൊല്ലണം എന്നുള്ള നിലയ്ക്ക് അതാ അസ്വദം യുദ്ധം ചെയ്തു. രണ്ടാളും ഭയങ്കര യുദ്ധം. അടിയും ഇടിയും, ഒടിയും പിടിയും, വെട്ടും കുത്തും ചോട്ടും നീട്ടും, അടിയിടി ഒടിപിടി, വെട്ടും കുത്തും ചോട്ടും നീട്ടും, നിലക്കലാൽ അവർ തിരക്കലാൽ അവനൊഴിക്കലായി ഹിൽഫകത്തിലെ നടൈ ഇരുവരി സ്വഫിനിടാമടുവിലെ വരവായി ചമർച്ചൊടിയായി കരുടൻ അസ്വദുടെ ഇരുനവ കടുകങ്ങളു മുറിയായി ഇരുവരി സ്വഫിനിട നടുവിലെ ബരവായി ചമർച്ചൊടിയായി. ഇരുബരി സ്വഫിനിട നടുവിലെ ഒരു ഭാഗം സ്വഹാബത്താണ്, ഒരു ഭാഗത്തും ശത്രുക്കളാണ്, മുശ്രിക്കീങ്ങളാണ്. രണ്ടിന്റെയും കൂടി നടുവിലായിട്ട് യുദ്ധം നടക്കുകയാണ്. ആര് തമ്മിലാ യുദ്ധം? ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു, ഒന്ന് അസ്വദ് ലഅനത്തുല്ലാഹി അലൈഹി. എന്നിട്ടോ അപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു ചെയ്യുന്ന എന്താ? ഹംസ റളിയല്ലാഹു തആല അൻഹു എന്താ ചെയ്തത്? അവരെ കയ്യിൽ ഒരു വാളാണുള്ളത്. ആ ഒരു വാള് കൊണ്ട് ബിസ്മില്ലാഹ് ഒറ്റ തട്ടങ്ങോട്ട് വെച്ചു കൊടുത്ത്. ഓന്റെ ശത്രുവിന്റെ കയ്യിലുള്ള വാളിന്റെ നേർക്കൊരു തട്ടാണ്ട് വെച്ചു കൊടുത്തു. ഒന്നാമത്തെ തട്ട് കിട്ടിയപ്പോ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വാള് തെറിച്ചുപോയി. വാൾ തെറിച്ചങ്ങോട്ട് പോയി, വാള് തെറിച്ചുപോയി ശത്രുവിന്റെ കയ്യിൽ നിന്ന്. രണ്ടാമത്തെ തട്ടങ്ങട് തട്ടിയപ്പോൾ പരിച, ഈ ശത്രുവിന്റെ വെട്ട് വരുമ്പോൾ തടുക്കാനുള്ള സാധനം, പ്രതിരോധിക്കാനുള്ള സാധനം ആണെന്ത്? പരിച എന്ന് പറയും. ആ പരിചാണ്ട് പൊട്ടിപ്പോയി. ആരുടെ പരിച പൊട്ടിപ്പോയി? അസ്വദിന്റെ പരിച പൊട്ടിപ്പോയി. അങ്ങനെ തട്ടി തട്ടി അപ്പോഴേക്കും എന്റെ പരിച പൊട്ടിയാലും കുഴപ്പമില്ല, എന്റെ കുന്തം പൊട്ടിയാലും തരക്കടില്ല, എന്റെ വാള് നശിച്ചാലും കുഴപ്പമില്ല, നശിച്ചാലും കുഴപ്പമില്ല. തോടാ പാനി പാനി പീനെ ചായ ലാസിം ഹേ, കുറച്ച് വെള്ളം കുടിക്കൽ എനിക്ക് നിർബന്ധമാണ്, ലാത്തയാണ് സത്യം എന്നും പറഞ്ഞിട്ട് കുറച്ച് വെള്ളം ഞാൻ കുടിക്കും, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. പാനി പീനെ കെലിയെ, പീനെ കെലിയെ മേം
ആയാഹും ഔങ്ക, ഞാൻ വരുന്നത് വെള്ളം കുടിക്കാനാ എന്നും പറഞ്ഞിട്ട് അവൻ ശത്രുവായ അസ്വദ് മെല്ലെ വീണ്ടും ഒരു സ്റ്റെപ്പ് വെച്ച് അങ്ങോട്ട് മെല്ലെ അടുത്തേക്ക് വരികയാണ്. എങ്ങോട്ട്? ഹൗലിന്റെ അടുത്ത് വരികയാണ്. അപ്പോഴാണ് ഹംസ റളിയല്ലാഹു തആല അൻഹു അവന്റെ തട്ടി, അവൻ മോശക്കാരനൊന്നുമല്ല, അവന് കളരി അഭ്യാസം അറിയാത്ത ആളല്ല, ഒക്കെ അറിയും, നല്ലോണം അറിയും, ഗൊന്തുള്ള ആൾ തന്നെയാണ്. മനസ്സിലായില്ലേ? കളരി ഗൊന്തുണ്ട്. ആർക്ക്? അസ്വദിന് ഗൊന്തുണ്ട്. പക്ഷേ കറാമത്ത് അല്ല കൊടുത്തത് ആർക്ക് മാത്രം? ഹംസ റളിയല്ലാഹു തആല അൻഹുവിനാണ്. കറാമത്ത് കൊടുത്തത് ആർക്ക്? ഹംസ റളിയല്ലാഹു അൻഹുവിനാ. ആ കറാമത്തിന്റെ പവറാണ്. ഓരോ തട്ടങ്ങട്ട് തട്ടുമ്പോ വാള് തെറിച്ചു പോയി. ശത്രുവിന്റെ വാൾ, ശത്രുവിന്റെ പരിച, ശത്രുവിന്റെ കുന്തം, ശത്രുവിന്റെ അമ്പ്, ശത്രുവിന്റെ വില്ല് ഓരോന്നോരോന്ന് തെറിച്ചുപോയി. ഓന്റെ കയ്യിൽ ഒന്നുമില്ല. അണ്ടി പോയ അണ്ണാന്റെ മാതിരി, അണ്ടി പോയ അണ്ണാനെ പോലെ ഓ നിന്നിട്ട് ഇങ്ങനെ കരയാണ്. എനിക്കിഞ്ഞിപ്പോ വെള്ളം കിട്ടൂല, തണ്ണി കിട്ടൂല, ഞാൻ തണ്ണി കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഹംസേ അബി മുझे പാനി നഹീ ചാഹിയേ, എനിക്കിപ്പോ വെള്ളം വേണ്ട, തണ്ണി വേണ്ട, എനിക്ക് എന്റെ മക്കളെ കണ്ടാ മതി, എന്റെ ഭാര്യയെ ഒന്ന് കണ്ടിട്ടൊന്ന് ചത്താ മതി. അതിലെ ഹംസ റളിയല്ലാഹു അൻഹു കളരി അഭ്യാസ മുറപ്രകാരം മേപ്പെട്ടൊരു ഊപ്പറുകയാ. കളരി അഭ്യാസ മുറപ്രകാരം മേപ്പെട്ട് ചാടി മുകളിലേക്ക് പോയി. ആര്? റളിയല്ലാഹു അൻഹു മേപ്പെട്ട് ചാടിയിട്ട് ആ ചാട്ടത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വരവില് അല്ലാഹുവിന്റെ റസൂല് ബറക്കത്താക്കി കൊടുത്ത, റസൂലുള്ളാഹിയുടെ ബറക്കത്തായ കൈകൊണ്ട് കൊടുത്ത ഒരു വാളുണ്ട്. ആ വാളൊരു പുരാണ വാളാണ്, ഒരു പഴയ വാളാണ്. ഇരുമ്പൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, എന്നാലും വേണ്ടിയില്ല, റസൂലുള്ള കൊടുത്ത വാളാണ്. ആ വാളുകൊണ്ട് അതാ ആ ചാട്ടത്തിൽ നിന്ന് മേലെ നിന്ന് കീഴ്പ്പെട്ട് ഇങ്ങോട്ട് വരുമ്പോ ബിസ്മില്ലാഹ് ആണ്ട് വെച്ചു കൊടുത്തു വാള്. ശത്രുവിന്റെ നേരെ രണ്ട് ചുമലിന്റെ ഇടയിൽ, ഇതാണ് ഒരു ചുമൽ, ഇതാണ് ഒരു ചുമൽ, രണ്ടിന്റെ ഇടയിൽ വാളാണ്ട് വെച്ചു കൊടുത്തപ്പോ ഈ രൂപത്തിലായി. കണ്ടങ്ങൾ? ഈ രൂപത്തിൽ ഇളത്തിബായിന്റെ രൂപത്തിൽ ഇങ്ങനെ അങ്ങോട്ട് തട്ടിയിട്ട് വാളങ്ങട്ട് ശത്രുവിന്റെ, അസ്വദിന്റെ ശത്രുവിന്റെ രണ്ട് ചുമലിന്റെ ഇടയിൽ ഇങ്ങനെ കുറുങ്ങനെ ലംബമായിട്ട് കോണമായിട്ടാണ് തട്ടിയിട്ട് അവൻ അസ്വദ് താഴെ വീണതിന് ശേഷം രണ്ട് കഷ്ണമായി. താഴെ വീണതിന് ശേഷം രണ്ട് കഷ്ണമായി. ആര്? അസ്വദ് ദോ പീസ് ആയാ ഹേ, ദോ പീസ്. നേരെ പോയി ജഹന്നം എന്ന നരകത്തിലേക്ക് ഓന്റെ റൂഹാണ്ട് പറന്നുപോയി. എങ്ങോട്ടാ പോയത്? നരകത്തിലേക്ക്. കണ്ടാ? ബദർക്കിറന്തുള്ള കുഫറുകളിലെ മുതൽ കുലപ്പെട ഇവൻ താനേ. ബദർക്കിറന്തുള്ള കുഫറുകളിലെ മുതൽ കുലപ്പെട ഇവൻ താനേ. ബദറിലേക്ക് ഇറങ്ങിയതായ, ബദറിലേക്ക് വന്നതായ ശത്രുക്കളെ കൂട്ടത്തിൽ ആദ്യമായി മണ്ണൂരിലേക്ക് പോയ, മണ്ണൂര് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതാണ് മണ്ണൂര്, മണ്ണിന്റെ താഴെയുള്ള സ്ഥലം. മട്ടിക്ക് നീച്ചേക്ക് ജഗ, അതാണ് മണ്ണിന്റെ താഴെയുള്ള സ്ഥലം. അവിടത്തേക്ക് ആദ്യമായിട്ട് പോയത് ആരാ? ശത്രുക്കളെ കൂട്ടത്തിൽ നിന്ന്. അതാണ് ബദർക്കിറന്തുള്ള കുഫറുകളിലെ മുതൽ കുലപ്പടൈ ഇവൻ താനേ. ശത്രുക്കളെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായിട്ട് കൊല്ലപ്പെട്ടത് ആരാണ്? അസ്വദാണ്. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ, ശത്രുക്കൾ, അബൂജാഹിലിന്റെ ആൾക്കാർ, കുഫാറുകൾ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ലാത്ത ഉസ്സ ആരാണ് ആ കിടന്ന് പടയുന്നത്? അത് നമ്മുടെ അസ്വദല്ലേ. ഇനിയിപ്പോ എന്റെ കാര്യം എന്താകും? വലിയ പടയാളിയായ, വില്ലാളി വീരനായ, തേരാളിയായ, തേങ്ങാപ്പുണ്ണാക്കായ, ഒലക്കപ്പുണ്ണാക്കായ, കുരിപ്പായ, ശൈത്താനായ അസ്വദ് നാട്ടിൽ പോയി. ഇനിയിപ്പോ എന്റെ അവസ്ഥപ്പ എന്താണ്? എന്റെ അവസ്ഥപ്പ എന്താവും? ഈ ജാതി ബടാ ശൈത്താൻ മട്ടിക്ക് നീച്ചി ആയ, ജഹന്നം കെ ആയ, മുझे क्या चाहिए? നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? കുന്തം ചെയ്താളാ. എന്താക്കാനാ? കുന്തം ആക്കിക്കാളാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എതിർക്കാൻ വേണ്ടി വന്ന അസ്വദ് പോയപ്പോൾ ബദർക്കിറന്തുള്ള കുഫറുകളിലെ മുതൽ കുലപ്പട ഇവൻ താനെ. പല പുവി
പല പുവിബരത്തിലും മഹിപ്പതികളിലെ ഭയമുടെ അടൽ ജിഹൻ ആണ്. പലരെയും ഭയപ്പെടുത്തിയവനാണ്. പോരാൽ പോരിൽ മികന്തേ ബൻസുജായി ഞാനാം എന്നും പറഞ്ഞ് വന്ന ആളാ ഞാൻ. പോരിൽ പടക്കളത്തിലും വലിയ സുജായിയാനടാ. എന്നോട് യുദ്ധം ചെയ്തവരാരും ജീവനോടെ മടങ്ങിപ്പോയിട്ടില്ലടാ. ഞാൻ അങ്ങനത്തോനാനടാ, ഞാൻ ഇങ്ങനത്തോനാനടാ, ഞാൻ ഒലക്കാപ്പുണ്ടാക്കാനടാ, ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ആ ദുഷ്ടനായിരിക്കുന്ന അസ്വദ് നേരെ പോയി അള്ളാന്റെ റസൂലുള്ളാന്റെ സ്വഹാബിയായിരിക്കുന്ന ഹംസ റളിയല്ലാഹു തആല അൻഹുവിനോട് പടപൊരുതാൻ വേണ്ടി വന്ന ശത്രു ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്തിന്റെ പവർ കൊണ്ട്, ബദരീങ്ങളെ കറാമത്തിന്റെ പവർ കൊണ്ട്, ബദരീങ്ങളെ നേതാവായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്തിന്റെ പവർ കൊണ്ട് ശത്രുവായിരിക്കുന്ന അസ്വദ് കൊല്ലപ്പെട്ട് വീണപ്പോൾ അതാ വരുന്നത്. देखो तीन बंदा अभी आ रहा है. മൂന്നാൾ വന്നുകൊണ്ടിരിക്കുന്നു. ഹേ എന്തിനാ വരുന്നത്? അസ്വദ് കൊല്ലപ്പെട്ട് വീണപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ചാച്ചയായ എളാപ്പയായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനോട് പകരം ചോദിക്കാൻ ഞങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ട് 3 ബടാ ശൈത്താന്മാർ വന്നുകൊണ്ടിരിക്കുക. ഒന്നാമത്തെ ശൈത്താന്റെ പേരാണ് ഉത്ബത്ത് ലഅനത്തുല്ലാഹി അലൈഹി. എന്ത് മറക്കണ്ട, ആ ശൈത്താന്റെ പേര് മറക്കണ്ട. എന്ത്? ഉത്ബത്ത് ലഅനത്തുല്ലാഹി അലൈഹി. ഉത്ബത്ത് വരുന്നത് ഇങ്ങോട്ട് കണ്ടപ്പോൾ അപ്പ കൂടി ഓന്റെ പിന്നാലെ തന്നെ ഉത്ബത്തിന്റെ പിന്നാലെ ഉത്ബത്തിന്റെ ഇളയോൻ മൂത്തോനെ നിങ്ങൾ പോവാണോ? ഞാൻ നമ്മക്ക് രണ്ടാക്കൂടി യുദ്ധം ചെയ്യാതാ നല്ലത്, മറ്റേ ഇങ്ങനെ ഒറ്റക്കാകുമ്പോ പേടിയാവും, ഞാനും പോരാ എന്ന് പറഞ്ഞിട്ട് ഇളയോൻ പിന്നാലെ കൂടി. പേടിക്കണ്ട, പേടിക്കൊരാളുള്ളത് നല്ലതല്ലേ. അങ്ങനെ പേടില്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഭയം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇളയോൻ പിന്നാലെ വന്ന്. മൂത്തോന്റെ പേരാണ് ഉത്ബത്ത് ലഅനത്തുല്ലാഹി അലൈഹി. ഇളയോന്റെ പേര് അതെ കറക്റ്റാണ്. എന്ത് ഉറക്കനപ്പറി? ശൈബത്ത് ലഅനത്തുല്ലാഹി അലൈഹി. മൂത്തോനും ഇളയോനും കൂടി വന്നപ്പോ മൂന്നാമത്തെ ഒരു ചോട്ടാ ശൈത്താൻ, ഓന്റെ വയസ്സ് മൂന്നാമത്തെ ചോട്ടാ ശൈത്താന്റെ പ്രായം 24. 24 വയസ്സുണ്ട്. ഒരു ബാലക്കാരൻ, അത് ഉത്ബത്തിന്റെ പൊന്നാര മോൻ. ഒരു ബാലക്കാരൻ, ഉത്ബത്തിന്റെ പൊന്നാര മോൻ, ഉത്ബത്തിന്റെ പ്യാരെ ബേട്ട്, बहुत ज्यादा प्यारे बेटा. वो शैतान बेटा का नाम है वलीद. वलीद लഅനത്തുല്ലാഹി അലൈഹി. മൂന്നാളും വന്ന് നിദത്തിനാൽ ഇരിബരി നടുവേ ബരി. ഉത്ബത്തും മകനാനേ വലീദുമേ, ഉത്ബത്തും അവന്റെ മോനായ വലീദും പിന്നെ ആര്? അഖീ ശൈബത്തും, ഉത്ബത്തിന്റെ പ്രിയപ്പെട്ട ഇളയോനായിരിക്കുന്ന ശൈബത്തും. അങ്ങനെ 3 ശൈത്താന്മാര് വന്നിട്ട് പറഞ്ഞു. എന്താ വന്നിട്ട് പറഞ്ഞു? അണന്ത് മൂണ്ടരും. അവര് 3 ആളും ഇങ്ങോട്ട് വന്നിട്ട് ബണങ്ങൾ അൻസാബിൽ ഇണങ്ങി നിണ്ടവർ കണങ്ങൾ തുമ്പി പോൽ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ടിട്ട് അള്ളാന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 150ഓളം കിലോമീറ്റർ, 150 കിലോമീറ്റർ ഫ്രം മദീന ടു ബദർ, മദീനയിൽ നിന്ന് ബദറിലേക്ക് 150 കിലോമീറ്റർ. 150 കിലോമീറ്റർ അല്ലേ, അങ്ങനല്ലേ? 150 കിലോമീറ്റർ പൈദൽ ആയ 150 കിലോമീറ്റർ മഹാന്മാരായ സ്വഹാബത്ത് നടന്നിട്ടാണ് വന്നത്. അവരുടെ കയ്യിൽ വാഹനങ്ങളില്ല. ആകെ 70 ഒട്ടകങ്ങൾ മാത്രമാണുള്ളത്. 70 ഒട്ടകവും കുറച്ച് കുതിര. എത്ര കുതിര? ഒന്നാമത്തെ ദിവസം കേട്ടവർക്കറിയാം. എത്ര കുതിര? 5 കുതിരയും 70 ഒട്ടകം. 300 ചില്ലാനും വരുന്ന സ്വഹാബത്തുണ്ട്. അതിലുള്ള ഒട്ടകത്തിന്റെ മുകളിൽ ഒരാൾ കയറും, മറ്റേ ആൾ കയറും. അങ്ങനെ മാറി ഉപയോഗിച്ചതാ. അങ്ങനെ പട്ടിണി കടന്ന് വന്നതാ. ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിട്ടില്ല ആർക്ക്? റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനിക്ക്. പട്ടിണി കടന്നിട്ടാ വന്നത്. റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ യുദ്ധം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വയറിന്റെ ഉള്ളിലേക്ക് വിശപ്പ് മാറ്റാൻ ഒരു ഫുഡ്, ഒരു ശാപ്പാട് ഖാനാ ബിൽകുൽ നഹിയേ, ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടായിട്ടില്ല, പട്ടിണി കടന്നവരാണ്.
അങ്ങനെയാ ബദറിലേക്കും ഉഹദിലേക്കും 7 യുദ്ധങ്ങളിലേക്കും 7 യുദ്ധങ്ങളിലേക്ക് ഞങ്ങൾ വന്നത്. പട്ടിണി കിടന്നിട്ടാ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം ഇറക്കി തന്നിട്ടുണ്ടായിരുന്നു. എന്താ ഭക്ഷണം എന്നറിയോ? വയറ് നിറച്ച് കഴിക്കാനൊന്നും ഉണ്ടാവില്ല. ജറാദ് മാലനാ ഇല്ലൽ ജറാദ്. ജറാദല്ലാതെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലാഹു ആകാശത്തിൽ നിന്ന്, അതായത് വായുവിലൂടെ ഞങ്ങൾക്ക് ഇറക്കി തന്ന വായുവിലൂടെ പറക്കുന്ന ജറാദ്. ജറാദിനെ കണ്ടവരാരെങ്കിലും ഉണ്ട് അവിടെ? എന്തെങ്കിലും കൈവക്ക്. നമ്മളെ ഉബൈദ് ഉസ്താദിനോട് ചോദിച്ചാൽ മതി. മൂപ്പര് എല്ലാം അറിയുന്ന ആളാണ്. അല്ലാഹു മൂപ്പർക്കും ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. മൂപ്പര് നമ്മളെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളാണ്. അതേ ബാങ്കിന്റെ കൂട്ടർക്കുള്ള റൂഹുകളൊക്കെയും ശുഹദാക്കളെ റൂഹോട് കൂട്ടാണെവിടെയും. ബാങ്ക് വിളിക്കുന്ന ആൾക്കാരെ നാളെ മഹ്ശറയിലേക്ക് ഹാജരാക്കപ്പെടുമ്പോ ശുഹദാക്കളെ കൂടെയാണ് അവരുടെ അർവാഹികളെ, അവരെ റൂഹിനെ ഹാജരാക്കപ്പെടുന്നത് എന്ന് ആര് പറഞ്ഞു? റസൂലെ അക്രം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർമായ. റസൂലുള്ളാഹ് പറഞ്ഞതാ. എന്താ പറഞ്ഞത്? അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബാങ്ക് വിളിക്കൽ നല്ലതാ. ഇവിടുത്തെ മുതഅല്ലിമീങ്ങളും ഇടയ്ക്കിടയ്ക്ക് ബാങ്ക് വിളിക്കലുണ്ട്. നാട്ടുകാരായ ഈ ബംഗളഗുഡയിലുള്ള നല്ല നല്ല മോമിനീങ്ങളും ഇടയ്ക്ക് ബാങ്ക് വിളിക്കലുണ്ട്. അല്ലാഹു അവർക്കും സ്വർഗം നൽകുമാറാകട്ടെ. സ്വർഗത്തിലെ വലിയ സ്ഥാനം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. 12 കൊല്ലം ബാങ്ക് ജോലി നടത്തിയാൽ അവർക്ക് സ്വർഗം ഉറപ്പാണ്. 12 കൊല്ലം ബാങ്ക് ജോലി നടത്തിയാൽ സ്വർഗം വുജൂബാണെന്നു വന്നു റസൂലിനാൽ. ചെല്ലുമോനെ യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. ഉസ്താദെ, ജറാദ് എന്ന് പറഞ്ഞ സാധനം ഏതുപോലെ ഉണ്ടാവും? ഞങ്ങളെ നാട്ടിലുണ്ട് തുമ്പി എന്ന് പറഞ്ഞൊരു സാധനം. ചെറിയ ഒരു അല്ലേ തുമ്പി എന്നാ ഞങ്ങളെ നാട്ടിൽ പറയാ. ഞങ്ങളെ നാട്ടിൽ ഇവിടെ എന്താ പറയാ? മട്ട. ചെറിയ മൊട്ട് പോലത്തെ സാധനം. ആ മൊട്ട അല്ലേ? ആ പറഞ്ഞ സാധനം തന്നെ. അത് വളരെ ചെറിയ സാധനമാണ്. ആ ചെറിയ സാധനം, മൊട്ടുപോലത്തെ ചെറിയ സാധനം, അതിനെയാണ് ബഹുമാനപ്പെട്ട ബദരീങ്ങൾക്ക് ഇറക്കിക്കൊടുത്തത്. അതിനെ വറുത്തിട്ട് കുക്കാക്കിയിട്ട് തിന്നുകയാണ്. അത് ഷാപ്പിനെ വേറൊന്നുമില്ല. ചോറില്ല, ചാവൽ നെയ്യ്, ഗോതമ്പ് നെയ്യ്, ഗോഷ്ത് നെയ്യ്, മച്ചിലി നെയ്യ്, കുച്ചി നെയ്യ്. മനസ്സിലായില്ലേ? കുച്ചി നെയ്യ്. ഒരു ഭക്ഷണമില്ല. മഹാന്മാരായ സ്വഹാബത്ത് പട്ടിണി കിടന്നിട്ടാ വന്നത്. അവരോട് 3 ശത്രുക്കൾ വന്നിട്ട് പറയുന്നു. ഉത്ബത്ത് പറയുന്നു. ഒന്നാമത്തെ ശത്രുവിന്റെ പേരാണ് ഉത്ബത്ത് ലഅനത്തുല്ലാഹി അലൈഹി. അവന്റെ ഇളയോന്റെ പേരാണ് ശൈബത്ത് ലഅനത്തുല്ലാഹി അലൈഹി. അവന്റെ മകന്റെ പേരാണ് ഉസ്കെ ബഹുത്ത് ശൈത്താൻ വാല ചോട്ടാ ബേട്ടാ കാ നാം ക്യാ ഹേ വലീദ്. ഈ 3 ആളിങ്ങോട്ട് വന്നിട്ട് അനന്ത് മൂണ്ടരും. അവര് 3 ആളിങ്ങോട്ട് വന്ന് അനന്ത് മൂണ്ടരും വണ്ണങ്കള്ളൻ സബിലിണങ്കി നീണ്ടവർ കണ്ണങ്ങൾ തുമ്പി പോൽ നെല്ലം നിണ്ട് തോളർകളാ ബിളിത്തുരൈ മഹമൂദിൻ സാഹബർകളെ നിറവ് പെറ്റോറാരൊരു പേർ നോക്കിണ ബരുവിനെണ്ടുരയായി നിലനിണ്ട് തോളർകളാ ബിളിത്തുരൈ. തോളർകളെ ബിളിത്തുരൈ. തോളർകൾ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനെ പറ്റിയാണ് തോളർകൾ എന്ന് ഈ കവി പറയുന്നത്. ആരായി കവി? മോയിൻകുട്ടി വൈദ്യർ. ആരാ മോനെ? മോയിൻകുട്ടി വൈദ്യർ എന്ന് പറയുന്ന കവി പറയുകയാണ്. നിലനിണ്ട് തോളർകളാ ബിളിത്തുരൈ. സ്വഹാബത്തിനെ വിളിച്ചു. 3 ശത്രുക്കൾ വന്നിട്ട് ഉത്ബത്ത് ലഅനത്തുല്ലാഹ്, ശൈബത്ത് ലഅനത്തുല്ലാഹ്, വലീദ് ലഅനത്തുല്ലാഹ്, 3 വലിയ ദുഷ്ടന്മാർ. അവര് വന്നിട്ട് സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറയാണ്, മുഹമ്മദിന്റെ ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിറവ് പെറ്റോർ ആർ ഒരു പേർ നമുക്ക് ഇണ ബാരുവീൻ. ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ ഇണയായവരായ
ജോഡിയായവരായ, കുഫുവത്തവരായ, ബറാബറായ വല്ല ആൾക്കാരും വല്ല ആൾമാര് മുഹമ്മദിന്റെ ഭാഗത്തുണ്ടെങ്കിൽ വരട്ടെടാ, വാടാങ്ങട്ട് എന്ന് ശത്രുക്കൾ പറഞ്ഞപ്പോൾ അതാ ഈറ്റപ്പുലികളായ 3 സ്വഹാബികൾ ആ പടക്കളത്തിലേക്ക് അവർ ചാടുകയാണ്. ആ 3 സ്വഹാബികൾ ഏത് നാട്ടുകാരാണ്? അൻസാരികളാണ്. 3 സ്വഹാബികൾ അൻസാരി എന്ന് പറഞ്ഞാൽ ഏത് നാട്ടുകാര്? മദീന നാട്ടുകാരായ 3 ആളങ്ങോട്ട് ചാടുന്നു. അവർകൾ ഉചിതമൊത്തവർ, നല്ല ഉചിതമൊത്തവരാണ് ആ സ്വഹാബത്ത്. അവർകൾ വനമകത്തുള്ള പുലികൾക്കൊത്തവരാം. വനം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വനം വനം എന്താ മോനെ? വനം കന്നഡത്തിൽ എന്താ പറയാ? കാട്. കാടു. കാട്ടിന്റെ ഉള്ളിലുള്ള പുലികളെ പോലുണ്ട് 3 ആള്. ആ 3 സ്വഹാബികള്. കാനനം. കാനനം എന്ന് പറഞ്ഞാല് വനം, വനം എന്ന് പറഞ്ഞാല് കാടു, ഫോറസ്റ്റ്. ഫോറസ്റ്റിന്റെ ഉള്ളിലുള്ള സിംഹങ്ങളെ പോലുള്ളവരായ 3 സ്വഹാബികള്. അവരേത് നാട്ടുകാരാണ്? അൻസാരികളാണ്. മദീനക്കാരായ 3 സ്വഹാബത്ത് വലിയ മഹാന്മാരാണ്, ബദരീങ്ങളെ നേതാക്കളാണ്. പേര് പഠിച്ചു വെച്ചോ. അവരെ പേര് ആദരവോടെ പറഞ്ഞാല് ബറക്കത്താണ്. അവരെ പേര് ആദരവോടെ ബൈഹാർട്ടാക്കിയാൽ, റെസ്പെക്റ്റോടുകൂടി, നല്ല ബഹുമാനത്തോടുകൂടി, തഅദീമോടുകൂടി, ബഹുമാനത്തോടുകൂടി മനസ്സിൽ ബൈഹാർട്ടാക്കിയാൽ ഞങ്ങളെ ദോഷങ്ങൾ പൊറുക്കാൻ നല്ലതാണ്. യാ അല്ലാഹ് ഹമാരെ ഗുനാഓ മാഫ് ഫർമായ അല്ലാഹ്, ഞങ്ങളെ ദോഷങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ബദരീങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. रसूले अकरम सल्लल्लाहु अलैहि वसल्लम के साथ और अस्हाबुल किराम के साथ जन्नत में दाखिल करने के लिए तौफीक अता फरमाया अल्लाह. അള്ളാഹു തൗഫീഖ് നൽകണേ അല്ലാഹ്. 3 സ്വഹാബികൾ. അവരെ പേര് നമ്മൾ പറഞ്ഞോ? ഇല്ല, കേട്ട് പഠിച്ചോ. ഒന്നാമത്തെ സ്വഹാബിയാണ് മുഅവ്വിദ് റളിയല്ലാഹു അൻഹു. ആര്? പേര് പറഞ്ഞാല് ഞങ്ങളെ മുറാദ് ഹാസിലാകും. ഒന്നാമത്തെ ആള് മുഅവ്വിദ്. പറഞ്ഞു കൊടുക്ക് മുത്താലിമീങ്ങളെ. മുഅവ്വിദ് റളിയല്ലാഹു അൻഹു. പിന്നെ അഖിയാം ഔഫും, അവരുടെ പ്രിയപ്പെട്ട ഇളയോൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഔഫ് ഒന്ന് ആര്? മുഅവ്വിദ് റളിയല്ലാഹു അൻഹു. രണ്ടാമത് അവരെ ഇളയോനായ ഔഫ് റളിയല്ലാഹു അൻഹു. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി മദ്ഹ് പാട്ടുപാടിയ റസൂലുള്ളാഹിന്റെ കവിയായ മദ്ഹ് പാടിയിട്ട് കവിത പോയം ചൊല്ലിയിട്ട് മോനെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിയിട്ട് റസൂലുള്ളാഹിന്റെ പൊരുത്തം വാങ്ങിയ സ്വഹാബിയാണ് തീസ്രാ സ്വഹാബി. ഒന്നാമത്തെ സ്വഹാബി ആര്? മുഅവ്വിദ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ സ്വഹാബി ആരാ മോനെ? ഔഫ് റളിയല്ലാഹു അൻഹു. മൂന്നാമത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ. മൂന്നാമത് ആര്? അബ്ദുല്ലാഹി ഇബ്നു റവാഹ അല്ലേ? ആ മൂന്നാളാണ്. അരികരമോ മുഅവ്വിദ് ഇബ്നു ഹാരിസും അഖിയാം ഔഫും അബ്ദുല്ലാഹി ഇബ്നു റവാഹ. ഒരുമി തവർകളോ പരം ദുയം സോഫിഡ ക്ഷണം വെളിപ്പെടലായി. അവർകൾ ഒപ്പരം ഈ മൂന്നാളും ഒരുമിച്ച് ഒരുമിച്ചിട്ട് ഈ മൂന്നാളും ഒപ്പമായിട്ട് 3 മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്ത് അതാ എന്ത് ചെയ്യണേ? അവർകൾ ഒപ്പരം ദുയമേ സൊഫിഡ ക്ഷണം വെളിപ്പെടലായി. സൊഫിഡ സൊഫിന്റെ ഇടയിലേക്ക് അങ്ങോട്ട് ചാടി. സൊഫിന്റെ ഇട എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു ഭാഗം സ്വഹാബത്തിന്റെ ഭാഗം, മറ്റേ ഭാഗം മുശ്രിക്കീങ്ങളെ ഭാഗം. ഈ ശത്രുക്കളെയും സ്വഹാബത്തിന്റെ ഇടയിലേക്ക് അതാ 3 സ്വഹാബികൾ അങ്ങോട്ട് ചാടി. സ്വഹാബത്തിന്റെ പേര് മറക്കണ്ട. ഒന്ന് മുഅവ്വിദ് റളിയല്ലാഹു അൻഹു. 2 അവരെ ഇളയോനായ ഔഫ് റളിയല്ലാഹു അൻഹു. 3
റവാഹ, അബ്ദുല്ലാഹിബ്ന് റവാഹ, റവാഹ എന്നവരുടെ മകൻ അബ്ദുള്ള എന്ന അതിൻ്റെ മീനിങ്. അബ്ദുല്ലാഹിബ്ന് റവാഹ. മൂന്നാളും അങ്ങോട്ട് ചെന്നപ്പോൾ, അങ്ങോട്ട് ചാടിയപ്പോൾ ഇരണക്കാഫിർ മൂണ്ടും അവരിൽ ചോദിത്ത്. മൂന്ന് ശത്രുക്കളുണ്ടല്ലോ അവിടെ, മുശ്രിക്കീങ്ങൾ. ആ മുശ്രിക്കീങ്ങൾ ചോദിച്ചു, മുശ്രിക്കീങ്ങൾ കേട്ടു. യേ ബഹുത്ത് സിയാദ ശൈത്താൻ വാല മുശ്രിക്കൂൻ പൂച്ച. മുശ്രിക്കീങ്ങൾ ചോദിച്ചു. എന്ത് ചോദിച്ച്? തൂ കോൻ ഹേ, നിങ്ങൾ ആരാണ് എന്ന് സ്വഹാബത്തിനോട്. നിങ്ങൾ ആരാണ്? ഒരാളെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന ഒരു ചോദ്യം സ്വഹാബത്തിനോട് ചോദിച്ചു. ആരാ ചോദിച്ചത്? മൂന്ന് ശത്രുക്കൾ ചോദിച്ചു. കോൻ ഹേ, കോൻ ഹേ, നിങ്ങൾ ആരാണ്? ഇരണക്കാഫിർ മൂണ്ടും അവരിൽ ചോദിച്ചുങ്കൽ എവരാമെണ്ടും നിങ്ങൾ ആരാണ്? ജവാബുരൈ, അതിന് ജവാബ് ദിയ, മറുപടി പറഞ്ഞു, എങ്കൽ അൻസാരികളാണ്. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഇങ്ങോട്ട് ചാടട്ടെ, വരട്ടെ, മുഹമ്മദിന്റെ ആൾക്കാർ എവിടെ നിന്നല്ല നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹിനെ സ്നേഹിച്ചവരാണ്. മക്കക്കാരായ നിങ്ങൾ മക്കക്കാരനായ റസൂലുള്ളാഹിനെ വകവരുത്തിക്കൊണ്ടിട്ട് മക്ക നാട്ടിൽ നിന്ന് പുറത്താക്കാനും കൊല്ലാനും കയ്യും കാലും പിടിച്ച് അടിച്ച് ഒടിക്കാനും എല്ല് പൊട്ടിക്കാനും മുള്ള് പൊട്ടിക്കാനും തല പൊട്ടിക്കാനും അങ്ങനെ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് അവരാരും കള്ളു കുടിച്ചവരല്ല. റസൂലുള്ളാഹിന്റെ ശിഷ്യന്മാർ അവർ പെണ്ണ് പിടിച്ചവരല്ല, കട്ടെടുത്ത കളവ് നടത്തിയ കള്ളന്മാരല്ല, കൊള്ളക്കാരല്ല. പക്ഷേ അള്ളാഹു ഏകനാണ്, റബ്ബ് തആല ഒരു ഇലാഹ് മാത്രമാണ് എന്ന് പറഞ്ഞ കാരണം കൊണ്ടിട്ട് നിങ്ങൾ അവരെ ആക്രമിച്ചു. മുസ്ലിമീങ്ങളെ, സ്വഹാബികളെ നിങ്ങൾ ആക്രമിച്ചു. അങ്ങനെയുള്ള റസൂലുള്ളാഹിനെ സഹായിക്കാൻ വേണ്ടി വന്നവരായ റസൂലുള്ളാഹിന്റെ സ്വഹാബാണ് ഞങ്ങൾ. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹിന്റെ സ്വഹാബികളാണ് ഞങ്ങൾ. ഏത് നാട്ടുകാരല്ലേ എന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? ഞങ്ങൾ ഏത് റായത്തിലുള്ളവരാന്നല്ലേ ചോദിച്ചത്? ഞങ്ങൾ മദീന റായത്തിൽ ഉള്ളവരാണ്. എന്താണ് നിങ്ങൾ നാടൊക്കെ ചോദിക്കണത്? എന്താ കല്യാണം നടത്താനാ? മാരേജ് നടത്താനുണ്ടോ? മകൾക്ക് മാരേജ് നടത്താനുണ്ടോ? ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ആൾക്കാരാ. ഇരണക്കാഫിർ മൂണ്ടും അവരിൽ ചോദി തുങ്കൾ എവരാമെണ്ടും ജവാബുരൈ അൻസാർകൾ എങ്കൽ എന തരീത്തതിൽ കൊടിയ മത്തിരർ ഉരബിരുത്തിടലായി. ഞങ്ങൾ മദീനക്കാരാണ്, റസൂലുള്ളാഹിന്റെ സ്വഹാബികളാണ് എന്ന് ഈ മൂന്ന് സ്വഹാബികളായ അൻസാരികളായ മദീനക്കാരായ ഈ മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞ സമയത്ത് എങ്കൽ എന തരുത്തതിൽ കൊടിയ മത്തിരർ ഉരബിരുത്തിടലായി. ആ സമയത്ത് ശത്രുക്കൾ പറയുന്നു, ഈ മൂന്ന് സ്വഹാബികളോട് പറയുന്നു, എന്താ പറഞ്ഞതെന്നറിയുമോ? ബരിക്കൊള്ളവേ, ബരിക്കൊള്ളവേ ഉങ്ങളുടൽ ഉയർകൾ കൊണ്ടും വരാതെ ഇപ്പോൾ വേഗം മടങ്ങിക്കൊള്ളുവീൻ. നമ്മതിൽ വളർതരത്തിനാലൊരു വിധത്തിലും കുഫുവതോത്തിടനീർ. ശത്രുക്കൾ പറയാണ്, ഈ മൂന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്. ശത്രുക്കൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? ബരിക്കൊള്ളവേ ഉങ്ങളുടൽ ഉയർകൾ കൊണ്ടും വരാതെ ഇപ്പോൾ വേഗം മടങ്ങിക്കൊള്ളുവീൻ. നമ്മതിൽ വളർതരത്തിനാലൊരു വിധത്തിലും കുഫുവതോത്തിടനീർ. ഈ മൂന്ന് സ്വഹാബികളോട് അപ്പോൾ ശത്രുക്കൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത് എന്ന് നാളെ നമുക്ക് പറയാൻ, വിശദീകരിക്കാൻ, പാട്ടുപാടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.